പണക്കാരനാണെങ്കിലും ഇവൻ ഹാപ്പി അല്ല ഗൈസ്. ഓൾദോ ഹി ഈസ് റിച്ച് ഹി ഈസ് നോട്ട് ഹാപ്പി. ഓക്കെ, അപ്പൊ ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നിട്ടും എങ്കിലും എന്നൊക്കെയാണ്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ക്ഷമ ചോദിച്ചിട്ടും അവൾ എന്നോട് ക്ഷമിച്ചില്ല. നിന്റെ ലൈഫിൽ എപ്പോഴും പറ്റുന്ന പറഞ്ഞോ, ഞാൻ ക്ഷമ ചോദിച്ചിട്ടും അവൾ എന്നോട് ക്ഷമിച്ചില്ല. ക്ഷമ ചോദിക്കുന്നതിൽ അപ്പോളജൈസ്. യെസ്, ഓൾദോ ഞാൻ ക്ഷമ ചോദിച്ചിട്ടും അവൾ എന്നോട് ക്ഷമിച്ചില്ല. സോറി, ക്ഷമിച്ചില്ല. forgive. ഓക്കെ, forgive എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. അപ്പോ she didn't forgive me. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അവൻ വീണെങ്കിലും അവൻ കരഞ്ഞില്ല എന്നാണെങ്കിലോ? Although he fell down, he didn't cry. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് മധുരം ഇഷ്ടമില്ലെങ്കിലും ഞാനൊരു കേക്ക് കഴിച്ചു. Although I don't like sugar. Sweet sugar. Okay. I didn't like the cake. ഞാൻ കേക്ക് കഴിച്ചു. I ate the cake. Yes, I ate the cake. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കേട്ടോ എങ്കിലും എന്നർത്ഥത്തിലാണ് ഓൾദോ വരുന്നത്. ഇപ്പോ അവള് ടയർഡ് ആണെങ്കിലും അവള് റൂമെല്ലാം ക്ലീൻ ചെയ്തു എന്നെങ്ങനെയാ പറയുന്നത് ജസ്റ്റ് കോമെന്റ് ചെയ്യാതെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ? പഠിക്കാൻ മാത്രമല്ല സംസാരിക്കണോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവരുടെയും ആഗ്രഹമാണ്. പലരും പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടില്ല. ട്രസ്റ്റ് മീ ഗൈസ്. അതായത് ഞങ്ങൾക്കൊരു 2 മാസം സമയം താ, നിങ്ങൾ ഫ്രീ ആകുന്നൊരു 45 മിനിറ്റ്. 2 മാസം കൊണ്ട് ലാംഗ്വേജ് സെറ്റ് ആവും. വളരെ ചെറിയ ഫീ ആണ്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് വരുന്നുണ്ട്. ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. താങ്ക് യു.